ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 ജൂൺ മാസം 15-ാം തീയതി തിങ്കളാഴ്ച. അന്ന് അമാവാസിയാണ്. പുരുഷോത്തമ മാസത്തിലെ അമാവാസി, അധിക മാസത്തിലെ അമാവാസി. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം നമ്മൾ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് അങ്ങേറ്റം ശ്രേഷ്ഠമാണ്. നമ്മൾ എത്ര തന്നെ ദേവതാ പൂജ ചെയ്താലും പിതൃക്കൾ തൃപ്തിപ്പെട്ടില്ലെങ്കിൽ ആ ദേവതാ പൂജയ്ക്കൊന്നും യാതൊരു ഫലവും കിട്ടുകയില്ല. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോകുന്നു, ഒരുപാട് വ്രതങ്ങൾ എടുക്കുന്നു, ഒരുപാട് പൂജകളൊക്കെ ചെയ്യുന്നു, പക്ഷേ എൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും സർവേശ്വരൻ നൽകുന്നില്ല എന്ന്. പിതൃക്കളെ തൃപ്തിപ്പെടുത്താതെ എത്ര തന്നെ ദേവതാ പൂജ ചെയ്തിട്ടും യാതൊരു പ്രയോജനവുമില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഞാൻ കർക്കടക വാവു ബലി ഇടുന്നുണ്ട്, അത് മതി എന്ന് ചിന്തിക്കും. പക്ഷേ അത് മാത്രം പോരാ. കർക്കടക വാവു ബലി നമ്മൾ ഇടുന്ന രീതിയൊക്കെ നമുക്കറിയാമല്ലോ. എല്ലാവരും കൂടി ചേർന്ന് എന്തൊക്കെയോ ചെയ്യുന്നു, ഒന്നും വേണ്ട വിധത്തിലൊന്നും ആയിരിക്കുകയില്ല ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ നമ്മുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ആദ്യം ആലോചിക്കുക. സാധാരണ ആളുകൾ പറയും, അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ബലിയിടണ്ട എന്ന്. അച്ഛനും അമ്മയ്ക്കും വേണ്ടി മാത്രമല്ലല്ലോ നമ്മൾ ബലിയിടുന്നത്. നമ്മുടെ അപ്പൂപ്പൻ കാണും, അമ്മുമ്മ കാണും, അമ്മാവന്മാര് കാണും. അങ്ങനെ നമ്മളെ ആഗ്രഹിച്ചിരിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കർത്തവാവ് ദിവസം നമ്മൾ പിതൃക്കളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ നിർബന്ധമായും എല്ലാവരും തന്നെ അനുഷ്ഠിക്കണം. കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുക, പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക, അതുപോലെ തന്നെ ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കുക, പശുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, ദാനം ചെയ്യുക, ശിവക്ഷേത്ര ദർശനം നടത്തുക, മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, ഇവയൊക്കെ തന്നെ അന്നേ ദിവസം ചെയ്യാവുന്നതാണ്. ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ, ഉറുമ്പുകൾക്ക് പഞ്ചസാര കൊടുത്തു കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് പറയും. അതായത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ആളുകള് ഉറുമ്പിന് പഞ്ചസാര ഭക്ഷണമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അകലും എന്ന് പറയുന്നുണ്ട്. പശുക്കൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ മോക്ഷമുണ്ടാകുമെന്നും ഐശ്വര്യം ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നു. അതായത് ഒരു നിറവുണ്ടാകും, സമൃദ്ധി ഉണ്ടാകുമെന്നാണ്. അന്നേ ദിവസം പശുക്കൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഉണ്ടാകും, നിറവുണ്ടാകും, നമുക്കൊരു സമൃദ്ധി. ചില വീടുകളിലേക്ക് ചെന്ന് കയറി കഴിയുമ്പോൾ ഒരു നിറവായിരിക്കും, ഇല്ലേ? എല്ലാം കൊണ്ടും ഒരു ഐശ്വര്യമായിരിക്കും. അങ്ങനെ ഒരു ഐശ്വര്യം ഉണ്ടാകും പശുക്കൾക്ക് ഭക്ഷണം കൊടുത്താൽ എന്നാണ് വിശ്വാസം. കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കാം. കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പിതൃക്കളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും അനുഷ്ഠിക്കാം. അത് ചെറുപ്പക്കാരെന്നോ പ്രായമായവരെന്നോ അങ്ങനെ യാതൊരു വ്യത്യാസവുമില്ല. എല്ലാവരും ഈ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി പുണ്യപ്രവർത്തികൾ ചെയ്യാനും അതുവഴി പുണ്യം ആർജിക്കുവാനായിട്ടും ശ്രദ്ധിക്കുക. ജൂൺ 15 തിങ്കളാഴ്ചയാണ് അമാവാസി വരുന്നത്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച വന്ന അമാവാസിക്ക് സോമവതി അമാവാസി എന്നാണ് വിളിക്കുന്നത്. അധിക മാസത്തിലെ പുരുഷോത്തമ മാസത്തിലെ അമാവാസി ആയതുകൊണ്ട് തന്നെ ഇനി ഒരു 3 വർഷം കാത്തിരിക്കണം ഇങ്ങനെ ഒരു അമാവാസി വരാനായിട്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ഭക്തിയോടുകൂടി പ്രാധാന്യത്തോടു കൂടി ഈ ദിവസം മനസ്സിലാക്കി ആ ദിവസം വേണ്ട കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അങ്ങനെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി വിദേശ രാജ്യങ്ങളിലുള്ളവര്, നമുക്ക് അങ്ങനെ ബലിയിടാനൊന്നും പോകാൻ പറ്റാത്ത ആളുകൾ, അവരൊക്കെ തന്നെ അവര് കുളിച്ച് ശുദ്ധമായിട്ട് അല്പം ആഹാരം, അതായത് ചോറും കൂട്ടാനും ഒക്കെ ശുദ്ധമായി ഉണ്ടാക്കിയിട്ട് അത് ഒരു വിളക്ക് തെളിയിച്ച് ആ വിളക്കിന്റെ മുമ്പിൽ വെച്ചിട്ട് പിതൃക്കൾക്ക് കൊടുക്കുന്നു എന്ന് സങ്കല്പിച്ചിട്ട് അങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം ഓരോ സാഹചര്യത്തിലുമായിരിക്കും ഓരോ മനുഷ്യരും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാവുന്നതാണ്. നമ്മൾ ഏതു പ്രദേശത്താണോ താമസിക്കുന്നത് ആ പ്രദേശത്തുള്ള പക്ഷിമൃഗാദികൾക്കാണ് ഭക്ഷണം കൊടുക്കേണ്ടത്. ചില സ്ഥലങ്ങളിൽ കാക്കകൾ ഉണ്ടാകില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും സുലഭമായി ആ പ്രദേശത്ത് ഏത് പക്ഷിയാണോ ഉള്ളത്, ചിലയിടത്ത് പ്രാവായിരിക്കും, അപ്പോൾ പ്രാവിന് ഭക്ഷണം കൊടുക്കും. അങ്ങനെ ആ പ്രദേശത്ത് ഏത് പക്ഷിയാണോ ഉള്ളത്
ആ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കാം. അതുപോലെ തന്നെ മീനുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അതും വളരെ വളരെ നല്ലതാണ്. മോക്ഷം ലഭിക്കുമെന്നാണ് പറയുന്നത്. രോഗദുരിതങ്ങൾ മാറുമെന്നാണ് വിശ്വാസം. മീനുകൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ രോഗങ്ങൾ മാറും, ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം ഉണ്ടാകും, എല്ലാ സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇങ്ങനെയൊക്കെയാണ് വിശ്വാസം. അപ്പൊ ഇതുപോലുള്ള മൃഗങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുക, പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുക, പശുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, ദാനം ചെയ്യുക, ബലിയിടാൻ പറ്റുന്നവരൊക്കെ ബലിയിടുക, ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് ആ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കി പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒക്കെ ദുരിതങ്ങൾ ഉണ്ടെങ്കിൽ ആ ദുരിതങ്ങളൊക്കെ മാറുകയും ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ധാരാളമായി ലഭിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട് എന്ന്. പക്ഷെ നിങ്ങൾ ഈ കാര്യങ്ങളും കൂടി ഒന്ന് ചെയ്തിട്ട് ഭഗവാനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തിന്റെ 10 ഇരട്ടി അനുഗ്രഹം നമുക്ക് ലഭിക്കും. കാരണം പിതൃക്കളുടെ ഒരു ഭയങ്കരമായ അനുഗ്രഹം നമുക്കുണ്ടാകും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം ഇപ്പോൾ കിട്ടുന്നതിന്റെ 10 ഇരട്ടിയായിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് പിതൃക്കളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. എല്ലാവർക്കും ഈ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.